ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല. എന്തൊക്കെയായാലും ഇവറ്റകൾ അന്യന്മാരല്ലേ? അന്യന്മാരെ കിടപ്പുമുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലേ? പിന്നെ ഒരു മര്യാദ വേണ്ടേ? വരിക, കാണുക, പോവുക, അത് ന്യായം. അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്രേ പാടുള്ളൂ. ആദ്യം ഉച്ചയ്ക്ക് പോകുന്നു വിചാരിച്ചു, പിന്നെ വൈകുന്നേരം പോകുന്നു വിചാരിച്ചു. ഇതിപ്പോ രാത്രി നേരെ എത്രയായി? ഇതെന്താ ഇവന്റെയൊക്കെ തറവാടാ? അയ്യേ. അതെ, എന്താ? മോഹൻദാസ് സാർ ഉള്ളപ്പോഴും വക്കീൽ സാർ ഇവിടെ വരാറുണ്ട്. 10-15 ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ. ആ, നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത്. എന്തു കുഴപ്പം? അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് ഈ പഴംപുരാണൊന്നും കേക്കണ്ട. കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം. അങ്കിൾ, നീ മിണ്ടരുത്. എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പലതും മനസ്സിലായി. വലിയ വിശേഷമൊന്നും പറയണ്ട. മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ ഈ വീടിന്റെ 4 അയലത്ത് പോലും വന്ന് എത്തി നോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട. എനിക്കെല്ലാം അറിയാം. ഇയാൾക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കാലുകുത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നില്ല. മോഹൻദാസ് ഇയാളെ ഈ ഗേറ്റ് കടത്തില്ല. ആര് മോഹൻദാസാ? അല്ല, ഭഗവൽദാസ്. ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ സകല പാരയും വെച്ച വിഷജീവിയല്ലേടോ താൻ. സൂക്ഷിച്ച് സംസാരിക്കണം. അങ്കിൾ പ്ലീസ്. മോള് വെറുതെ ഇരിക്കെ. സത്യം നിങ്ങളും കൂടി അറിയണല്ലോ. ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു. എന്തുകൊണ്ട് എതിർത്തു? അവരുടെ സ്നേഹത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു. നല്ല ആഴമുണ്ടെന്ന് മനസ്സിലായപ്പോ കല്യാണത്തിന് സമ്മതിച്ചു, അല്ലേ ശാന്തേ? ആ, അതെ. ആര് സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചേ. ഇയാള് സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തിനാ അവർ ഒളിച്ചോടി? അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, പറഞ്ഞില്ലടോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ. തനിക്കറിയോ, അന്ന് ചാലക്കുടി കോഴിക്കോട്ട് ഫാസ്റ്റ് പാസഞ്ചറിൽ 18 രൂപ 30 പൈസക്ക് ടിക്കറ്റ് വാങ്ങി രണ്ടുപേരും കയറ്റി വിട്ടു ഞാനാ. നുണ, ശുദ്ധ നുണ. അങ്ങനെ ഒരു സംഭവമേ മോഹൻദാസ് പറഞ്ഞിട്ടില്ല. പറയില്ലല്ലോ. ആ സംഭവം ഇരു ചെവി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താൻ ആരാ? അവന്റെ അമ്മാവനോ അളിയനോ? ഞാൻ ആരാണ് തനിക്ക് പിന്നീട് മനസ്സിലാകും. താൻ തന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തില്ലേടോ? എന്ത് ഹേബിയസ് കോർപ്പസ്? ആ, ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. മോളെ, ഞാൻ കോടതിയെ സമീപിച്ചത് ശരിയാ. എന്തിനാന്നറിയോ? അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വല്പ കേൾവി കുറവുണ്ടായിരുന്നു. ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് എന്നാണ്. അതെങ്ങനെയാ? ഇതുപോലത്തെ വക്കീൽമാരല്ലേ? ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളയുന്ന ആള് വരും. പോലീസ് സംരക്ഷണം ഹേബിയസ് കോർപ്പസ് ആയത്രേ. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചെന്നുള്ള പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നോണയായിട്ട് തോന്നും. മോഹൻദാസിനെ താൻ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതോ? തല്ലിച്ചതോ? ആ, ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം. കേട്ടോ കേട്ടോ, മോഹൻദാസിനെ ഇയാള് ഗുണ്ടകളെ അയച്ച് തല്ലിച്ചതച്ചു. നിക്ക്. തല്ലിച്ചതിന്റെ സാഹചര്യം കൂടി കേക്ക്. തന്റെ ഭർത്താവ് ധീരനും ആണത്തുള്ളവനായിരിക്കണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കും, ഇല്ലേ? ആഗ്രഹിക്കും. അല്ലെങ്കിൽ ആ ദാമ്പത്യ ബന്ധം തകരും. ഞാൻ ഗുണ്ടകളെ അയച്ചു മോഹൻദാസിനെ തല്ലാനല്ല, തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ. ശ്രീദേവി കാണുന്നത് എന്താ? മോഹൻദാസ് നെഞ്ചൂക്കുള്ള 5 തടിയന്മാരെ ഒറ്റക്കിടിക്കുന്നതാ. ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടായത്. ഇപ്പൊ തനിക്ക് വിശ്വാസം ഇല്ലേ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടൂ? താൻ വിശ്വസിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. വക്കീലങ്ങളിനെ ഇവിടുന്ന് ഇറക്കി വിടാനോ? ശരി, ഇയാള് നാളെ പോയിക്കോട്ടെ. മറ്റവനാരാ? അവനെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം. അവനൊരു കള്ള തിരുമാലിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തി പിടിച്ച് വെളി തള്ളണോ? തള്ളിക്കോ, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ കടുത്തതായിരിക്കും. അവൻ ആരാ? ഈ വീടുമായിട്ട് അവൻ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട. ഞാൻ പോവുകയാണ്. മിസ്റ്റർ ബാബുരാജ്, എന്താണത്? എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. ഞാൻ എന്നും അന്യനായിരുന്നു. അനാഥ മന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ, തവളകളെ കീറിമുറിക്കുന്ന ബയോളജി ലാബുകളിൽ, എന്നും എവിടെയും അന്യൻ. മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു. ഞാൻ പോകുന്നതാണ് നല്ലത്. നിൽക്കൂ മിസ്റ്റർ ബാബുരാജ്. മിസ്റ്റർ ബാബുരാജിന്റെ മനസ്സ് നൊന്താൽ ദാ അവിടെ നിന്ന് മോഹൻദാസിന്റെ ആത്മാവത് കാണും, ഞെട്ടും. ആ ആത്മാവ് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല. മിസ്റ്റർ ബാബുരാജ്, ഞാനാണ് പറയുന്നത്. നിങ്ങൾ പോകരുത്. വരൂ, വരൂ, വരാൻ. ഒപ്പിടുമോളെ. എന്താ അങ്കിൾ ഇത്? വക്കീലെങ്കിലാ പറയുന്നു ഒപ്പിടാൻ. എന്റെ മോഹൻദാസിന്റെ മക്കൾക്ക് മനസമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. മോളിൽ ഒപ്പിട്. വളരെ ചെറിയൊരു പോലീസ് കംപ്ലൈന്റ് ആണ്. ഇരുചെവി അറിയാതെ അമ്മാവനെയും അമ്മാവിയെയും പോലീസ് ഇവിടെ വന്ന് പൊക്കിക്കോളൂ. അത് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതാണെന്ന് അവരറിയില്ല അങ്കിൾ. ഇല്ലല്ലോ, ഈ പെറ്റീഷൻ ഇവിടുത്തെ സർക്കിളിനെ ഒന്ന് കാണിക്കുകയുള്ളൂ.
ഒരു വിശ്വാസത്തിന്. പിന്നെ അടിയോടി അടിയന്തിരമായ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞ് അയാളുടെ സ്റ്റേഷനിൽ ടെലഗ്രാം വരും. അതൊക്കെ വക്കീലങ്ങൾ നോക്കിയോളാം. ഫോണിൽ ഒപ്പിട്ടേ. എങ്കിൽ കൂട്ടത്തിൽ ആ ബാബുരാജിനെയും ഇവിടുന്ന് ഇറക്കി വിടാം അങ്കിൾ. അത് മോനെ വേറെ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുന്നതല്ലാതെ എന്താ പ്രശ്നം എന്ന് അങ്കിൾ പറയുന്നില്ലല്ലോ. അയാൾ ആരാ അങ്കിൾ? ഡാഡിയായിട്ട് അയാൾക്ക് എന്താ ബന്ധം? പരിചയമില്ലാത്ത ഒരാൾ വീട്ടിനകത്ത് കിടന്നിങ്ങനെ കറങ്ങുന്നത് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ് അങ്കിൾ. യഥാർത്ഥ സത്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. മോളിങ് വാ. നിങ്ങൾ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ എല്ലാരും കേട്ടോളൂ. എന്തായാലും ഒരു ദിവസം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ. എന്റെ പൊന്നുകുട്ടികളെ, നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭയങ്കര സത്യം ഞാൻ പുറത്തുവിടുകയാണ്. നിങ്ങളുടെ അച്ഛൻ മോഹൻദാസിന്റെ ഒരു കിഡ്നി ഡാമേജ് ആയതും അത് മാറ്റിവെച്ചതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം. ശ്രീദേവിയും നിങ്ങളും ഭയപ്പെടുമെന്ന് കരുതി മോഹൻദാസ് പറയാതിരുന്നതാ. കോഴിക്കോട് വെച്ചായിരുന്നു ട്രാൻസ്പ്ലാന്റിംഗ്. മരിച്ചു പോകുമെന്ന നിലയായിരുന്നു. അനാഥനായ ഈ ബാബുരാജ് ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെ അയാളുടെ ഒരു കിഡ്നി മോഹൻദാസിന് കൊടുത്തു. പക്ഷേ മോഹൻദാസ് അഭിമാനിയായിരുന്നല്ലോ. അയാൾ അന്നേ മനസ്സിലെന്തോ കണ്ടിരുന്നു. അനാഥനായ ബാബുരാജിനെ മോഹൻദാസ് പഠിപ്പിച്ചു, ബാംഗ്ലൂരിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. ഇനിയാണ് ശരിക്കുള്ള സത്യം ഞാൻ പറയാൻ പോകുന്നത്. തന്റെ മകൾ മീരയെ ബാബുരാജിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു മോഹൻദാസിന്റെ ഉദ്ദേശം. സൽ സ്വഭാവിയായ ബാബുരാജാണ് തന്റെ മകളെ കെട്ടുക എന്ന് മോഹൻദാസ് എന്നോട് പറഞ്ഞിരുന്നു. ബാബുരാജിനും അതറിയാം. പാവം മോഹൻദാസ് ആഗ്രഹം സാധിക്കാതെ അവൻ ഈ ലോകത്തു നിന്നും പോയി. മീര ചേച്ചിയെ കെട്ടാൻ ഡാഡി ഇതുപോലെ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് വിശ്വസിക്കാൻ വയ്യങ്കിൾ. വെറും കറമ്പൻ, പൊക്കമില്ല, കാണാനും ഭംഗിയില്ല, സ്മാർട്ട്നെസ് 1% പോലും ഇല്ല. അങ്കിള് പറ, അയാൾ ചേച്ചിക്ക് മാച്ചാണോ? സമയമായോ? ഇതിന് കുറച്ച് ടൈം എടുക്കും. അല്ല, ചെറിയൊരു ചൊറിച്ചലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായി? എന്താവാൻ? അല്ല, ഫേസ് നല്ലപോലെ വെളുക്കണം. ഇവൻ ബോംബെ പോയി വല്ലാതെ കറുത്തുപോയി. കൂടുതൽ വെളുക്കണമെങ്കിലേ പെയിന്റ് അടിക്കണം, ഇല്ലെങ്കിൽ പുറമേയുള്ള തൊലി ചെത്തി കളയണം. ഒരു പണി ചെയ്യുമ്പോൾ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവൻ ശരിയല്ല. നമ്മളാരും ശരിയല്ല. ദിനകര, നീ പണ്ട് സ്കൂൾ യുവജനോത്സവത്തിന് ആരുടെ ഒരു കവിത ബൈഹാർട്ട് പഠിച്ചൊല്ലിയിരുന്നില്ലേ? അതൊന്ന് ഓർമ്മിച്ചു വെച്ചോ, ചിലപ്പോ ആവശ്യം വരും. വാ. കണ്ടോ? മഹാത്ഭുതം കണ്ടോ? അത്ഭുതമൊന്നും കാണുന്നില്ലല്ലോ. ഉണ്ട്. മൂടിയാണ്, സ്മാർട്ടല്ല, കറമ്പരാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ബാബുരാജിനെ കണ്ടോ? അതാണ് മഹാത്ഭുതം. അയാൾ ഓടുന്നത് കണ്ടോ, ചാടുന്നത് കണ്ടോ, ആ സ്മാർട്ട്നെസ് കണ്ടോ? അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് ചാടുന്നതിനാ? ചാടുന്നത് എന്തിനെങ്കിലും ആട്ടെ, അയാൾ ചാടുന്നുണ്ടോ അത് പറ. കമാൺ. നേരത്തെ ഞാൻ ഇതുവഴി പോയപ്പോഴാ ആ സ്മാർട്ട്നെസ് കണ്ടത്. അത്ഭുതം കൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് പണ്ടേ അയാൾ ഭയങ്കര സ്മാർട്ട് ആയിരുന്നു. ഏതോ ഒരു കളിയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അത്രേ ബാബുരാജ്. ഏത് ഇന്ത്യൻ ടീം? ഏതോ ഒരു ഇന്ത്യൻ ടീം. മാത്രമല്ല അയാളുടെ കവിയാണ്. കവി എന്ന് പറഞ്ഞാൽ വെറും കവിയല്ല, നിമിഷ കവി. എന്തിനെ കുറിച്ച് പറഞ്ഞാലും ആ പറഞ്ഞതിനെ കുറിച്ച് കവിത ഉണ്ടാക്കും. പരീക്ഷിക്കാനായി ഞാനൊരു സബ്ജക്ട് പറഞ്ഞു. അപ്പ ചൊല്ലി കവിത, ഇട്ടി വെട്ടുന്ന കവിത. അങ്ങനെയാണോ? എന്നാൽ ഞാനൊരു സബ്ജക്ട് പറയാം. കവിത ഉണ്ടാക്കാൻ നോക്കാലോ? പിന്നെ വാ. ബാബുരാജ്, എല്ലാരും എന്താ ഇവിടെ? ഞങ്ങളൊക്കെ വെറുതെ. ഞാനൊരു സബ്ജക്ട് പറയാം. ആ കവിത എഴുതാനേ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. ശരിയാവൂല മോനെ. ശരിയാവും. അല്ല, കുട്ടി പറയട്ടെ, പറയൂ. കുന്തം. എന്റെ സബ്ജക്റ്റ് കുന്തമാണ്. കുന്തത്തെ പറ്റി ഒരു കവിത ചൊല്ല്. മോനെ, ബാബുവേട്ടനെ കളിയാക്കരുത്. ബാബുരാജ്, രണ്ട് പൂവിതൾ, പിന്നെ കുങ്കുമം, പൂഞ്ചിറക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കവിത ഉണ്ടാക്കി. പൂഞ്ചിറക്. അയാൾ ഇത്ര കഷ്ടപ്പെട്ട് പാടിയത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വക്കീലങ്ങൾ എന്തിനാ അയാളെ പാടാൻ നിർബന്ധിച്ചത്? രണ്ടും വട്ട് കേസ് തന്നെ. ഡാഡി അയാൾക്ക് വാക്ക് കൊടുത്തിരിക്കുവോ? എന്തു വാക്ക്? ആ മനുഷ്യനെ കൊണ്ട് ചേച്ചിയെ കെട്ടിക്കാവുന്ന എനിക്ക് വിശ്വാസേ ഇല്ല.
എന്താ ഇത്? കപ്പലണ്ടി ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. വാങ്ങിച്ചോ, ദാ അവര് കാശ് തന്നിട്ടുണ്ട്. അവർക്കെന്നെ കൊണ്ടേ കൊടുത്തോ. വാങ്ങിച്ചോ കൂട്ടാ. ഞങ്ങൾക്ക് വേണമെങ്കിലേ ഞങ്ങൾക്കറിയാം വാങ്ങിക്കാൻ. ചെറുക്കറ്റ് മൂപ്പാണെന്ന്. മനു, നമുക്ക് പോവാം. പേടിച്ചിട്ടോ? ഈ ബീച്ച് ആരുടെ സ്വന്തമൊന്നുമല്ലല്ലോ. ഇതുപോലെ രസംപല്ലി പിള്ളേരെ കൊണ്ട് ബീച്ചിൽ വരാൻ പാടുണ്ടോ മോളെ? ആരാ എന്നെ എറിഞ്ഞത്? എറിഞ്ഞോ? ആര്? നിങ്ങൾ എന്താ ചെയ്തേ? ചേടാ, ഈ പൊടിക്കുപ്പി പോലത്തെ ചെറുക്കന്റെ ഭാവം കണ്ടില്ലേ? നീ ഒന്ന് പോടാ. നീ പോടാ അവിടുന്ന്. വിടാൻ. ഏയ്. വിട്ടേ, മോശമല്ലേ? ആ കളയുന്നു പോട്ടെ. അവിടെ താങ്ക് യു അങ്കിൾ. വണ്ടർഫുൾ അങ്കിൾ. ഇതാ അങ്കിളുടെ ബാഗ്. ദൈവമാണ് അങ്കിളിനെ ഇപ്പൊ ഇവിടെ വരുത്തിയത്. ഇതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾ കുട്ടികൾ ഒറ്റയ്ക്ക് വന്ന് നിൽക്കരുത്. പട്ടാ പകലല്ലേ അങ്കിൾ? നീചന്മാർക്ക് രാത്രിയൊന്നോ പകലൊന്നോ ഇല്ല. പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. അങ്കിൾ എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു? അങ്കിളുടെ വീട് എവിടെയാ? എന്തൊരു കലക്കൻ ഇടിയാ ഇടിച്ചത്. അങ്കിൾ ബ്ലാക്ക് ബെൽറ്റ് ആണോ? അല്ല, ഹ്യൂമൻ ബെൽറ്റാ. ഞാൻ ഇപ്പൊ ഇടിച്ച ഇടി കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാ. മനസ്സോണ്ട് ഇടിക്കാനോ? ആ, അതിന് മനസ്സിടി എന്ന് പറയും. ഒരു അവശനെ ഒരു ബലവാൻ കീഴ്പ്പെടുത്തുന്ന കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും സ്ഥിരാപടലങ്ങളും സടകുടഞ്ഞെഴുന്നേക്കും. നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടത് അതാ. അങ്കിളും വാ ഞങ്ങളുടെ കൂടെ. എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. വേണ്ട. ഒരു 5 മിനിറ്റ്. വേണ്ട മക്കളെ. എങ്കിൽ ഞങ്ങൾ അങ്കിളിന്റെ വീട്ടിലേക്ക് വരാം. ഞാൻ വീട്ടിലേക്കല്ല. പിന്നെ? ഞാനൊരു ദേശാടനക്കാരനാണ് കുട്ടികളെ. ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്കിൾ ഇപ്പൊ ഈ നാട്ടുകാരനല്ലേ? ഞാൻ ഏത് നാട്ടുകാരനും ആകാം. ഏതെങ്കിലും ഒരു നാട്ടില് ബന്ധങ്ങൾ കൊണ്ട് കെട്ടിവരിയാൻ എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ആരുമില്ല. മനസ്സിലായോ? മനസ്സിലായില്ലേ അങ്കിൾ? അതായത് ഒരു ഭാര്യ ഉണ്ടായിരുന്ന 15 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു. പിന്നെ ഏക മകൾക്ക് വേണ്ടി ജീവിച്ചു. പറക്കാൻ പറ്റിയപ്പോൾ അവളും പറന്നുപോയി. എങ്ങനെയെന്ന് ചോദിക്കരുത്. ഇപ്പൊ ഈ യാത്രയാണ് ഒരു ആനന്ദം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുറച്ചാൾ ഭജന ഇരിക്കണം. പിന്നെ ഗുരുവായൂര്, കാശി, രാമേശ്വരം അങ്ങനെ പോവും. അങ്കിള് വരുന്നില്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാ ഞങ്ങൾ കൊണ്ടുവിടാം. അതെ, കാറുണ്ട്. നിങ്ങൾ പൊയ്ക്കോ, കാറൊന്നും എനിക്ക് ശരിയാവില്ല. അങ്കിളിന്റെ പേര് പറഞ്ഞില്ല. പേരൊക്കെ അസലാണ്, പരമേശ്വരൻ. ഇഷ്ടപ്പെട്ടോ? ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പേര് പരമേശ്വരൻ തന്നെയാ. ഞാൻ മനു, ഇത് മീര, മായ, മഞ്ജു. മഞ്ജു എല്ലാം മായാണല്ലോ. വല്ല മാപ്രസിദ്ധീകരണക്കാരുടെ മക്കളാണോ? ഏയ് അല്ലല്ല. ഞാൻ പോട്ടെ. അപ്പൊ അങ്കിൾ വേഗം സ്ഥലം വിട്ടു. ഞാനും വൈകി. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, യുദ്ധാനം അധർമ്മസ്യ തദാജ്ഞാനം ശ്യാമ്യഹം.